ഇനി നമ്മൾ ശാസ്ത്രലോകത്ത് നിന്നുള്ള ഒരു വാർത്തയാണ്. അതും അമേരിക്കയുമായി തന്നെ ചേർത്ത് വെച്ച് പോകേണ്ടതാണ്. സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് വിക്ഷേപണം നിർത്തിവെച്ചു എന്നുള്ളതാണ്. സൂപ്പർ ഹെവി ബൂസ്റ്ററിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിവെച്ചത്. ടി.ജി. സജിത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, അമേരിക്കയുടെ തന്നെ നേതൃത്വത്തിലുള്ള ബഹിരാകാശ സംരംഭമാണ് സ്പേസ് എക്സ്. മനസ്സിലാക്കുന്നിടത്തോളം അതായത് വിക്ഷേപണത്തിന് ഏതാണ്ട് 40 സെക്കൻഡ് മുമ്പ് മാത്രം വിക്ഷേപണം നിർത്തിവെക്കുന്ന സാഹചര്യം. എന്തായിരുന്നു പിഴവെന്ന് വ്യക്തമാക്കുന്നുണ്ടോ സ്പേസ് എക്സ്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ സ്പേസ് എക്സിന്റെ എല്ലാ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളും ലോകരാജ്യങ്ങൾ അങ്ങേയറ്റം സകൂതം വീക്ഷിക്കുന്ന സാഹചര്യമാണുള്ളത്. കാരണം പല അത്ഭുതങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിരവധി പരീക്ഷണങ്ങൾ നടത്തുന്നു. അതിലൊന്നാണ് ഈ സ്റ്റാർഷിപ്പ് പദ്ധതി. സ്റ്റാർഷിപ്പ് നമുക്കറിയാം പല ഘട്ടങ്ങളിലായി അതിന്റെ പരീക്ഷണം നടന്നതാണ്. ഇത്തവണ അത് 8ാം വിക്ഷേപണ പരീക്ഷണമാണ് നടന്നത്. പക്ഷേ അതാണ് അവസാന നിമിഷം മാറ്റിവെക്കുന്നത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കൗണ്ട് ഡൗൺ ആരംഭിച്ചതിന് ശേഷം ഏകദേശം 40 സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇന്നത്തെ ഈ വിക്ഷേപണം അത് നിർത്തിവെക്കാൻ തീരുമാനമുണ്ടാവുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബൂസ്റ്ററുകളിലുണ്ടായ ചില സാങ്കേതിക തടസ്സമാണ് ഈ പരീക്ഷണം തൽക്കാലം മാറ്റിവെക്കാൻ കാരണമെന്നാണ് വ്യക്തമാവുന്നത്. കൂടുതൽ വിശദീകരണം സ്പേസ് എക്സ് നൽകേണ്ടതുണ്ട്. 121 മീറ്റർ ഉയരമുള്ളതാണ് ഈ ബൃഹത് പദ്ധതി സ്റ്റാർഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ 71 മീറ്റർ തന്നെ ഈ സൂപ്പർ ബൂസ്റ്ററുകൾക്കുണ്ട്. ഈ സൂപ്പർ ബൂസ്റ്ററുകളിലാണ് തകരാർ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് അവസാന നിമിഷം മാറ്റിവെച്ചത്. നമുക്കറിയാം കഴിഞ്ഞ ഫെബ്രുവരി 28-ന് തന്നെ ഈ വിക്ഷേപണം നടക്കേണ്ടതായിരുന്നു. പക്ഷേ അത് വിക്ഷേപണത്തിന് ഒരു ദിവസം മുമ്പ് തന്നെ പരീക്ഷണം മാറ്റിവെക്കുന്നു. അതായത് ഇന്നത്തേക്ക് ഈ 3-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്നു എന്ന പ്രഖ്യാപനം അന്നുണ്ടായതാണ്. പക്ഷേ അതും അവസാന നിമിഷം മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ നടന്ന പരീക്ഷണം അത് നമുക്കറിയാവുന്നതാണ്. 7ാം ഘട്ട പരീക്ഷണം. അതിൽ സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ പരാജയമായിരുന്നെങ്കിൽ കൂടിയും ഈ യന്ത്രഭാഗങ്ങൾ തിരികെ ഈ സൂപ്പർ ബൂസ്റ്റർ അടക്കം തിരികെ ഭൂമിയിലേക്ക് എത്തിച്ച് യന്ത്രക്കൈ കൊണ്ട് അത് പിടിച്ചെടുക്കുക എന്ന പരീക്ഷണം അത് വിജയകരമായിരുന്നു. അത് ലോകരാജ്യങ്ങളൊക്കെ ആ ദൃശ്യങ്ങളൊക്കെ ഏറെ അത്ഭുതത്തോടെ കണ്ടതാണ്. പക്ഷേ അതുകൊണ്ട് പൂർണ്ണമാവുന്നില്ല ഈ സ്റ്റാർഷിപ്പിൻ്റെ പരീക്ഷണ ഘട്ടങ്ങൾ. കാരണം പൂർണ്ണമായും ഇത് ഗ്രഹാന്തര യാത്രകൾ സാധ്യമാക്കണം. അതിനുശേഷം ഇത് വീണ്ടും പുനരുപയോഗത്തിന് സാധ്യമായി തിരികെ എത്തിക്കണം. ഇതാണ് ഈ പരീക്ഷണത്തിൻ്റെ സുപ്രധാനമായ ഘട്ടം. ഇതുവരെ നടന്നിട്ടുള്ള ഇത്തരം പരീക്ഷണങ്ങളിൽ ഏറ്റവും പുതിയതും ഏറ്റവും നവീനവുമായ ഏറെ പ്രതീക്ഷ നൽകുന്ന ഗ്രഹാന്തര യാത്രകൾക്ക് പോലും സാധ്യതയുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണമാണ്. അതിനാണ് ഈ അവസാന ഘട്ടം മാറ്റമുണ്ടാവുന്നത്. എന്ത് തകരാറാണ് കണ്ടെത്തിയത് എന്ന കാര്യത്തിൽ കൂടുതൽ വിശദീകരണം പുറത്തു വരേണ്ടതുണ്ട്. ഒരുപക്ഷേ സ്പേസ് എക്സ് തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുമെന്ന് കരുതാം. റൈറ്റ്, സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ റോക്കറ്റ് ആണ് ഈ സ്റ്റാർഷിപ്പ് എന്നതാണ് ഈ ദൗത്യം പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ മാറ്റിവെക്കുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമൊക്കെ പേടകങ്ങളെ അയക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായി ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒന്നാണിത്. 4 കൃത്രിമ ഉപഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ടായിരുന്നു ഈ സ്റ്റാർഷിപ്പ് പുറപ്പെടേണ്ടിയിരുന്നത്. 40 സെക്കൻഡുകൾക്ക് മുമ്പ് മാത്രമാണ് ഈ പിഴവ് കണ്ടെത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയാണ് സജിത്ത് പങ്കുവച്ചത്.